അമ്മ, ഞാൻ ഇറങ്ങുവാണേ. അയ്യ മോളെ, എന്തേലും കഴിച്ചിട്ട് പോടി. സമയമില്ലമ്മ. എന്താ ശബരി ടീച്ചറെ, ഇന്ന് ലേറ്റായോ? ആ, ഇച്ചിരി. ശബരി, നീ എന്താടി പെണ്ണെ ലേറ്റായത്? നിന്നെ നോക്കിയിട്ട് കാണാത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ആ, അമ്മയുടെ ഡെസ്കിന് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് ഇന്ന് ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പം പിന്നെ ഞാൻ ചെയ്യണമല്ലോ. എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. നീ പോയി പഞ്ച് ചെയ്തിട്ട് വാ. ശബരി, ഇന്നും ഉണ്ടായിരുന്നല്ലോ ആ തെമ്മാടി ചെക്കൻ. നിന്നെ നോക്കി നിൽപ്പായിരുന്നു. നീ വരുമ്പോൾ കണ്ടായിരുന്നോ? ശബരി ടീച്ചർ ഒന്ന് ലേറ്റായല്ലേ? അതെ. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ പീരീഡ് ആണോ? അല്ല, എനിക്ക് പോകാനുണ്ട്. മഞ്ജു ടീച്ചറുടെ കഴിഞ്ഞോ? അയ്യോ, ബസ്സിലെ തിക്കും തിരക്കും എനിക്ക് ആലോചിക്കാൻ വയ്യ. ഈ സ്കൂളും കോളേജൊക്കെ ഓപ്പൺ ആയതല്ലേ, അതാ ഇത്രയും തിരക്ക്. സ്നേഹ, ബസ് വരാറായോ? ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. എന്നാലേ ഞാൻ ആ കടയിൽ പോയിട്ടൊന്ന് വരാട്ടോ. ഉണ്ണിക്ക് കുറച്ച് ബുക്ക് വാങ്ങാനുണ്ട്. എന്നാൽ ഞങ്ങളും കൂടെ വരാം. ചേട്ടാ, 4 നോട്ട്ബുക്ക്. വരയില്ലാത്തതേ? ഇന്നത്തെ കോട്ട കഴിഞ്ഞല്ലേ? ആ, എത്രയായി? 140. ഇതാ ചേട്ടാ. കേളപ്പേട്ടാ, ഒരു പാക്ക് സിഗരറ്റ് അങ്ങ് എടുക്ക്. ഈ തെമ്മാടിച്ചക്കൻ്റെ പോക്കത്ര ശരിയല്ല. അവൻ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ കള്ളിൻ്റെ മണം. ഇങ്ങനെ നശിപ്പിച്ച് തീർക്കാനാണോ ദൈവം അവൻ ഈ ജന്മം? അവൻ്റെ ക്യാഷ്, അവൻ്റെ ശരീരം, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അതും ശരിയാ. ശബരി, നിന്റെ ഉണ്ണിക്ക് എങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങാനായോ? ആടി, 2 ദിവസത്തിനുള്ളിൽ തുടങ്ങും. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് വിടാൻ. ഇച്ചിരി ദൂരമല്ലേ. അവിടെ ഹോസ്റ്റലിൽ അങ്ങനെ ആക്കിക്കൂടെ? അയ്യോ, അതിനമ്മ സമ്മതിക്കില്ല. എന്നിട്ടിപ്പോൾ എന്നും പോയി വരാനാണോ? ആ, ഇവിടെ നിന്ന് സ്റ്റാൻഡിൽ പോയാൽ അവിടെ നേരിട്ട് ബസ് ഉണ്ടല്ലോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. എന്നാലും സാറിൽ അവൾ പൊക്കോളാന്നാ പറയുന്നത്. ഇതേ ബസ്. ആഹാ, ഇയാളിത് ഇവിടെ എത്തിയ? പിള്ളേരെ, ആ ചെക്കനെ സൂക്ഷിച്ചേട്ടാ. അവൻ ആള് വെടിപ്പൊന്നുമല്ല. ഒരവസരം കിട്ടി അവൻ എന്തിനും മടിക്കില്ല. ഇതൊക്കെ നാട്ടുകാരെ പറഞ്ഞുണ്ടാക്കുന്നതായിക്കൂടെ? അങ്ങനെയൊന്നുമല്ല പിള്ളേരെ. നിങ്ങൾക്ക് ആ മില്ലിൽ ജോലി ചെയ്യുന്ന ശോഭയെ അറിയോ? ആ, അറിയാം. അവളുടെ കൂടെയാണ് ഇവന് പൊറുത്തി. നാട്ടുകാരങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയൂ. അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ രാത്രിയെന്നോ പകലോ ഇല്ലാതെ അവളുടെ വീട്ടിൽ പോണത്? നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അല്ല ടീച്ചറെ, ഈ ശോഭ എന്ന് പറയുന്ന ആൾക്ക് ഇവൻ്റെ അമ്മ അവളുടെ പ്രായം ഉണ്ടാവില്ലേ? കൂടെ കിടക്കാൻ ഇപ്പോൾ പ്രായമൊക്കെ ഒരു പ്രശ്നമാണ്. അല്ല, അപ്പം ഈ ശോഭയ്ക്ക് ഭർത്താവും മക്കളൊന്നുമില്ലേ? ഒരു മകനുണ്ട്. ആ ചെക്കൻ്റെ തന്ത ആരാന്ന് അവൾക്ക് പോലും അറിയില്ല. കൂടെ കിടക്കലല്ലേ അവൾക്ക് പണി. പിഴച്ച് വെറ്റതാകാനേ വഴിയുള്ളൂ. ചേച്ചി, വാങ്ങിയോ? 4 വാങ്ങിയുള്ളേ. ബാക്കി നമുക്കിനി പിന്നെ വാങ്ങാം. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അകത്ത് കയറിയിരുന്നൂടെ? അമ്മ ഇവിടെ അല്ലേ ചേച്ചി? അപ്പം ഞാൻ ചേച്ചിയെ നോക്കിയിരുന്നതാ. അമ്മ ഇവിടെ പോയി? ആ ലീലേച്ചിക്ക് വലിവ് കൂടി, അപ്പം അമ്മയെ കൂടെ പോയേക്കുന്നത്. നിന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ടോ? അല്ല, അവർ പോയിട്ട് കുറേ സമയമായി. ഇപ്പോൾ ഡ്രിപ്പ് ഇട്ട് കിടത്തിയേക്കുക, അതാ ലേറ്റായത്. ഇപ്പോൾ ലീലേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു. ഉണ്ണി, നീ ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കരുത് കേട്ടോ. ചേച്ചി, അതിന് മാത്രം ടൈമൊന്നും ആയില്ലല്ലോ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നീ കുഞ്ഞാ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, എനിക്ക് വലിയ കുട്ടി പറ, ഞാൻ കേൾക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ ചേച്ചി, കുളിച്ചിട്ട് വാ. അപ്പോഴത്തേക്കും ഞാൻ ചായ എടുക്കാം. വേണ്ട, നീ ഇനി അവിടെ ചെന്ന് കൈയൊന്നും പൊള്ളിക്കല്ലേ. ഞാൻ വന്നിട്ട് എടുത്തോളാം. ഉണ്ണി, എന്താ ചായ അവിടെ വെച്ചേക്ക്, ഞാൻ ഇപ്പം വരാം. ഇയാളിപ്പോഴും പോയില്ലേ? ഈശ്വര, മഞ്ജു ടീച്ചർ പറഞ്ഞ പോലെ ഇയാളെന്തേലും ദുരിതശത്തോടെ വന്നതായിരിക്കോ? ഉണ്ണി, ചേച്ചിയുടെ ഫോൺ ഇങ്ങോട്ട് എടുത്തേ. ഇതാച്ചി ഫോണ്. ആർക്കാ? അമ്മക്കാ? അതിന് അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ലീലേച്ചിയുടെ നമ്പർക്ക് വിളിക്ക്. വിളിച്ചിട്ട് കിട്ടണില്ലടി, സ്വിച്ച് ഓഫ് എന്നാ പറയുന്ന. അയ്യോ,
ചാർജ് എങ്ങാനും തീർന്നാണ്. അയ്യോ, എന്നാലും അവർ കുറേ സമയമായില്ലേ പോയിട്ട്? കുറേ സമയമൊക്കെ ആയി. ഡോക്ടറെ അടുത്തേക്കല്ലേ പോയേക്കുന്നേ, അവിടെ ചിലപ്പോൾ തിരക്ക് കാണും. ചേച്ചി, ആ ചേട്ടനില്ലേ കുറേ സമയം കൊണ്ട് ഇവിടെ ഇരിക്കുക. അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇയാൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അയാൾ നിന്നെ നോക്ക് സംസാരിക്കുക എന്തെങ്കിലും ചെയ്തോ? ഹേയ്, അതവിടെ ഇരിക്കുന്നുണ്ടെന്നല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. ചേച്ചി വന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്. ആ ചേച്ചി, സത്യം എനിക്കങ്ങനെ തോന്നുന്നത്. അതിന് മുന്നേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ തലയും താഴ്ത്തിയായിരുന്നിരുന്നത്. ചേച്ചി വന്നതും പിന്നെ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഒന്ന് പോടി, വാ അകത്തേക്ക് വാ, വിളക്ക് വെക്കണ്ടേ. ചേച്ചി എന്തെങ്കിലും പണിയിലാണോ? ആ, നാളത്തേക്ക് ഇച്ചിരി നോട്ട് തയ്യാറാക്കണം. എന്താ? എനിക്ക് ബോറടിക്കുക. ഇവിടെ എത്ര ഒരു ബുക്ക് ഇരിപ്പുണ്ട്, ഒരെണ്ണടുത്ത് നിനക്ക് വായിച്ചുകൂടെ? എനിക്ക് വായിക്കാനൊന്നും മൂടില്ല ചേച്ചി. നിനക്ക് 4 കുറ്റവും പറഞ്ഞ് 8 ഗോസിപ്പും പറഞ്ഞ് ഇച്ചിരി പരദൂഷണവും കൂടെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണം അല്ലേ? അത് കുറ്റമൊന്നും അല്ലല്ലോ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അമ്മയാണ് തോന്നുന്നു ചേച്ചി. വെക്കി, ഞാൻ തുറക്കാം. അമ്മ, ലീലേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഓ, ഇത്രയും നേരം വൈകുമെന്ന് വിചാരിച്ചില്ല. മോളെപ്പോഴാ വന്നേ? ഞാനൊന്നും വരുന്ന സമയത്ത് വന്നമ്മ. നീ എന്താ അവിടെ നിന്ന് തിരിയുന്നത്? ഒന്നുമില്ലമ്മ. നീ വന്നിട്ട് കുറേ ടൈമായോ? ഇല്ല, നീ ഇച്ചിരി നേരത്തെ ആണല്ലോ. ആ, നമുക്കേ ഫസ്റ്റ് ബസ്സിൽ പോവാട്ടോ. അടുത്ത ബസ്സിലാവുമ്പോൾ മഞ്ജു ടീച്ചറും കാണും. അത് ഈ ലോകത്തും ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും പറഞ്ഞു നടക്കും. ഇന്നെങ്കിലും അത് കേൾക്കാതിരിക്കാമല്ലോ. എന്നിട്ട് കൂടെ നീയും പറയാറുണ്ടല്ലോ. അത് പിന്നെ മഞ്ജു ടീച്ചർക്ക് ഒരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ? എവിടെ നിന്നെ തെമ്മാടി, ഇന്ന് കണ്ടിട്ടേ ഇല്ലല്ലോ. നിനക്കെന്താ അയാളെ കാണാതെ ഉറക്കം വരില്ലേ? തിടുക്കം കൂടുതലാണെങ്കിൽ അയാളുടെ വീട്ടിൽ ചെന്ന് നോക്കടി. അയ്യോ മോളെ, അയാൾ അതിന് എന്നെയല്ലല്ലോ നോക്കണത്. എന്നെ ഒരു തവണ പോലും നോക്കിയിട്ടില്ല. ആ നോട്ടം മൊത്തം ഇങ്ങോട്ടല്ലേ. എന്നെ എങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഞാനും നോക്കിയേനെ. എന്താ ഒരു ഗ്ലാമർ! ഹോ, ഗ്ലാമർ ഉണ്ടായിട്ട് മാത്രം കാര്യമൊന്നുമില്ല. നല്ല ഒന്നാന്തരം തെമ്മാടിച്ചക്കനല്ലേ? ആ, ഇങ്ങനൊരു തെമ്മാടിച്ചക്കനെ കിട്ടുവാണെങ്കിലേ ആ പെണ്ണായിരിക്കും ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ. എന്താണെന്നറിയോ? പിന്നെ ഒരൊറ്റ പട്ടിക്കുഞ്ഞ് നമ്മുടെ മെക്കിട്ട് കയറാൻ വരത്തില്ലെന്നല്ല, അതിനുള്ള ധൈര്യം കാണത്തില്ല. ഇതേ ബസ് വരുന്നുണ്ട്. ബാക്കി തെമ്മാടിക്കഥ ബസ്സിൽ കയറിയിട്ട് പറയാം. തെമ്മാടി, എടി ശബരി, ഇയാൾക്ക് എന്തായിരിക്കും ജോലി? ഏത് സമയം ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ആണാലോ. എനിക്കറിഞ്ഞൂടാ. നിനക്ക് അത്ര അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ടങ്ങ് ചോദിച്ചോ. നിനക്ക് എന്തിനാടി അയാളെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും ദേഷ്യം? നീ ദേഷ്യമാണെന്നൊക്കെ പറയുമെങ്കിലും എനിക്കിത് കപട ദേഷ്യമായിട്ടാണ് തോന്നുന്നത്. ഈ വെറുത്ത് അവസാനം പ്രേമിക്കുന്ന കഥ കേട്ടിട്ടില്ലേ? ഇല്ല, നീ കേൾക്കാത്തത് എൻ്റെ കുറ്റാണോ? എല്ലാ കഥയിലും അങ്ങനെ ആയിരിക്കും. ആദ്യം മങ്കൂസും സ്നേക്കൊക്കെ ആവുമെങ്കിലും പിന്നെ അണ്ടിയും മുന്തിരി ആവും വൈകാതെ. അങ്ങനത്തെ ഒരുപാട് കഥകൾ നീ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല മോളെ. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കാം. അത് മാത്രമല്ല, അങ്ങേരെ ഒരു തവണയെങ്കിലും എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? എടി, നീ കാണുന്നില്ല കണ്ണുകളിലെ പ്രണയം? ഒന്ന് പോയെന്നിട്ട് ഡി കാര്യാടി. അയാളെ നിന്നെ നോക്കുന്നത് ഒരു പ്രത്യേക നോട്ടമല്ലേ? ഞാനിവിടെ എത്ര കാലം കൊണ്ട് നടക്കുക? ഒരു തവണ എന്നെ നോക്കിയിട്ടില്ല. അപ്പം നിന്നെ ഇങ്ങനെ നോക്കണമെങ്കിൽ അത് മറ്റേതല്ലേ? ഒന്ന് പോയേടി നീ. അയ്യേ, നാണം വന്നു ശബരിക്ക്. ഒന്ന് പോയേ. ഇനിയിപ്പം നീ പറഞ്ഞ പോലെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നടക്കത്തില്ല. അതെന്താടി? നിനക്കും അറിയുന്നല്ലേടി അയാളെക്കുറിച്ച്. ആൾക്ക് നാട്ടിലെ പേരെന്താ? നിന്റെ വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമോ? എടി, അതിനിതൊക്കെ സത്യമാണോന്ന് ആർക്കറിയാം? അയാളെ കണ്ടിട്ട് ഒരു മാന്യനായിട്ടാണ് തോന്നുന്നത്. ഇത്തരം പകൽ മാന്യന്മാരെ തന്നെയാ സൂക്ഷിക്കേണ്ടത്. അന്നാ മഞ്ജു ടീച്ചർ പറഞ്ഞത് നീയും കൂടെ കേട്ടല്ലേ? അമ്മയാവാൻ പ്രായമുള്ള ഒരാളുമായിട്ട്. എടി, നീ അത് വിശ്വസിച്ചെടുക്കുകയാണോ? അത് ചിലപ്പോൾ സത്യമൊന്നും ആയിരിക്കില്ല കേട്ടോ. മഞ്ജു ടീച്ചർ നിനക്ക് അറിയുന്നതല്ലേ?
അത് ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, ബാക്കി അങ്ങ് മസാല ചേർത്ത് പൊരിച്ചങ്ങ് എടുക്കും. മഞ്ജു ടീച്ചർ മാത്രമല്ലല്ലോ, ഈ നാട്ടിൽ ആരെങ്കിലും അയാളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? പക്ഷെ അയാൾ നല്ലതാണെന്ന് പറയാനാ എനിക്കിഷ്ടം. നീ അങ്ങനെ പറഞ്ഞാടുന്നു. എന്താണ് മോളെ, നീ ഇപ്പൊ നിന്റെ തെമ്മാടിയല്ലേ നോക്കിയേ? ഒന്ന് പോയ നീ, അല്ലാണ്ട് പിന്നെ അറിയാം. എൻ്റെ പൊന്നു മോളെ, നീ എത്രയൊക്കെ അയാളുടെ ദേഷ്യമാണെന്ന് പറഞ്ഞാലും നീ അയാളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനും ഇതല്ല ഇതിനപ്പുറമൊക്കെ ചാടി കടന്നിട്ട് വന്നതാ. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കരുത് കേട്ടോ. അങ്ങനെ ഒന്നുമല്ല, നീ ചുമ്മാ വളച്ചൊടിക്കേണ്ട. നമ്മളെ വളച്ചൊടിക്കുന്നൊന്നുമില്ല, നീ തന്നെ വളക്കുന്നത് എനിക്ക് എൻ്റെ ഈ 2 കണ്ണോണ്ട് കാണണം കേട്ടോ. പോ അവിടുന്ന്. ശരി എന്നാ, നോക്കിപ്പോ. ചേച്ചി എന്തെങ്കിലും പാഞ്ഞു കതിച്ചു വരുന്നത്? നല്ല നായ എങ്ങനെ കണ്ടോ? ആ കണ്ടു. ഓ, ഇപ്പോഴാണെങ്കിൽ തെരുവ് നായ്ക്കൾ ഭയങ്കരമായിട്ട് പെരുകിയിട്ടുണ്ട്. ഇതെന്താണെങ്കിൽ ഇങ്ങനെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്താ പേടി. പണ്ടൊന്നും ഇവറ്റോളെ ഉപദ്രവിക്കില്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര ഉപദ്രവമാണ് ഇവറ്റോളെ കൊണ്ട്. എന്ത് ചെയ്യാനതിനെ കുറിച്ചൊന്നും ആരും ഒരു നടപടി എടുക്കുന്നത് കാണില്ലല്ലോ. അമ്മ ഇവിടെ നടപടി എടുക്ക്, ചേച്ചിക്ക് ചായ കൊടുക്ക്. ശബരി, നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. ആമാ, ചേച്ചി നാളെ ലീവല്ലേ? നാളെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങാം. എനിക്കിനി 2 ബുക്കും കൂടെ വാങ്ങാനല്ലേ. അത് പിന്നെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, സാരമില്ല, നാളെ ഒന്ന് പോവാം. അമ്മ, വീട്ടിലേക്ക് എന്തൊക്കെ വേണ്ടെന്ന് വെച്ചൊന്ന് ലിസ്റ്റാക്കി വെച്ചോളൂട്ടാ, നാളെ പോയിട്ട് വാങ്ങാം. ചേച്ചി, ആ മറ്റേ ചേട്ടനവിടെ വന്നിരിക്കുന്നുണ്ട്. ആര്? ആ, കഴിഞ്ഞ ദിവസം വന്നിരുന്നില്ലായിരുന്നോ? അയാൾ വീണ്ടും വന്നിരിക്കുന്നുണ്ട്. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്? നിനക്ക് വേറൊരു പണിയില്ല ഇവിടെ? ഞാൻ വെറുതെ ഉമ്മറത്ത് പോയപ്പോൾ കണ്ടതാ. ഇനി ഉമ്മറത്തൊന്നും പോയിരിക്കണ്ട, നേരെ കിട്ടി. വല്ലൊക്കെ കണ്ട് പേടിച്ചാലേ അത് മതി. ഈ ചേച്ചിക്ക് ഇതെന്താ? ഉണ്ണി, ചേച്ചി എനിക്കില്ലേ? ഇല്ലമ്മ, ചേച്ചി വിളിക്ക്. കുറച്ചുകൂടെ കിടന്നോട്ടമ്മ, എന്ന് രാവിലെ എന്നിട്ട് പോകുന്നതല്ലേ. ആകെ കൂടെ സൺഡേ അല്ലേ, ഒന്ന് കിടക്കാൻ പറ്റുമോ? എന്താ ചർച്ച? ആ, ചേച്ചി തന്നെയായിരുന്നു വിഷയം. എന്താ? അമ്മ പറയാ എണീപ്പിക്കാനേ. ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ കിടന്നോട്ടേന്ന്. അയ്യോ, നിനക്ക് എന്ന് മുതൽ എത്ര സ്നേഹമൊക്കെ വന്നത്? അന്ന് പോയേച്ചി, ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെ. ഇന്ന് എന്താ അമ്മ കഴിക്കാൻ? ഇഡലി ഉണ്ട്. കാപ്പിക്കുടി കഴിഞ്ഞ പാട് നമുക്ക് പോയാലോ അമ്മ? അതാകുമ്പോൾ ഉച്ചയാവുന്ന മുന്നേ ഇങ്ങോട്ട് എത്താലോ. ഉച്ചക്കൊന്നും ഷോപ്പിംഗ് നടക്കില്ല. ഓക്കെ, അങ്ങനെ പോവാന്നാ അല്ലമ്മ? ആ ചേട്ടൻ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സുഖായിരിക്കുന്നു മോനെ, നിനക്കോ? ആ, ഇങ്ങനെയൊക്കെ പോന്നു. എങ്ങോട്ടാ എല്ലാവരും കൂടെ? ഇന്ന് സൺഡേ അല്ലേ, ഇവൾക്ക് ഇന്നാ ഒഴിവുള്ളത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു വീട്ടിക്ക്. ആ, എന്നിട്ട് എങ്ങനെയാ ഇവിടുന്ന്? ബസ്സിനാ? ആ മോനെ, ഇപ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ടല്ലോ. ആ, അമ്മയ്ക്ക് അയാൾ അറിയും? ആ, അറിയാതെ പിന്നെ. അമ്മയ്ക്ക് ഇങ്ങനെ ഇയാളറിയാം? നാട്ടിലെല്ലാവരും ഇയാളെ കുറിച്ച് മോശമായിട്ടാണല്ലോ പറയുന്നത്. ആളുകൾ പറയുന്നത് നോക്കണ്ട, ഒരാൾ തുടങ്ങി വെച്ചാൽ മതി, പിന്നെ അത് എല്ലാവരും അങ്ങ് പരത്തിക്കോളും. നമുക്ക് 1000 കുടത്തിൻ്റെ വായ അടച്ചു മൂടാം, പക്ഷെ ആ സ്ഥാനത്ത് ഒരു മനുഷ്യൻ്റെ പോലും വായ നമുക്ക് അടച്ചു മൂടാൻ പറ്റില്ല.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പലരും പലതും. അത് കേട്ടിങ്ങനെ ജീവിക്കാൻ മാത്രമേ ചില ആൾക്കാർക്ക് പറ്റൂ. അതായിപ്പോൾ അവൻ്റെ അവസ്ഥ. അമ്മ പറയുന്നത് ആ ചേട്ടൻ പാവാണെന്നാ? പിന്നല്ലാതെ. ആ കുട്ടി എന്നോട് ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളോട് വല്ലതും ചെയ്തായിരുന്നോ? ഹേയ്. ആ പിന്നെ നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മളെന്തിനാ ചുമ്മാ അതിനോട് മിണ്ടാതിരിക്കുന്നത്? അല്ലമ്മ, നാട്ടുകാരങ്ങനെ ചുമ്മാ വല്ലതൊക്കെ പറയുമോ? മക്കളെ, നിങ്ങൾക്ക് ഈ നാട്ടുകാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഓരോ നാണയത്തെ പോലെയാണ് ഓരോ മനുഷ്യരും. രണ്ട് വശങ്ങളുണ്ടാവും, നല്ല വശവും ചീത്ത വശവും. അതിലാ ചീത്ത വശം കാണാനേ ബാക്കിയുള്ളവരുണ്ടാവുള്ളൂ. ഒരാളൊരു 100 നന്മ ചെയ്താലും അതിനെ കാണാനോ ചൂണ്ടിപ്പറയാനോ ആരും ഉണ്ടാവില്ല. എന്നാൽ ഒരൊറ്റ തെറ്റ് മതി അതിനെ പറഞ്ഞ് പഴിച്ചാരി അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് നടന്ന് ഉല്ലസിക്കുക. അതിനാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും താല്പര്യമുള്ളത്. അതേപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ കുട്ടിയുടേത്. അവൻ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും കണ്ടു കാണും, അതിൻ്റെ പേരും പറഞ്ഞ് അവനെ ഒരു തെമ്മാടിയാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി. പക്ഷേ അവനിലും ഉണ്ടാവും നന്മ, അതാരും കാണുന്നില്ലെന്നേ ഉള്ളൂ. കാണാൻ ശ്രമിക്കുന്നില്ല. കാണാഞ്ഞിട്ടല്ല, കണ്ടില്ലെന്ന് അടിക്കുന്നതാ. അല്ല അമ്മ, ആ മില്ലിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെക്കുറിച്ചും ഇയാളെക്കുറിച്ചും മോശമായിട്ടൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മോൻ നല്ലൊരു മോനാണ്. ആരതിനെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ചേച്ചി എന്താ? എവിടെ? അമ്മയില്ലേ? ആ ഉണ്ട്. അമ്മ. മോനായിരുന്നു. ശബരി, നീ ആ ചോറൊന്ന് നോക്കിയേ. അയ്യോ മോനെ, ഇപ്പം വരണ്ടായിരുന്നു. അവളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല എവിടെ ഉണ്ടാവുമെന്ന്. എന്താ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ മോനെ. മോനെ, ഇപ്പം ശോഭയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട് ചേച്ചി. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മോനെ. ഞാൻ ഈ മക്കളെ ഇട്ടുകൊണ്ട് എങ്ങനെയാ? അല്ലെങ്കിൽ ഞാനവിടെ വന്ന് നോക്കിയാനെ. അതൊന്നും പ്രശ്നമില്ല ചേച്ചി, ഇപ്പം നമ്മളുണ്ടല്ലോ. കുട്ടനുണ്ടോ അവിടെ? ഇല്ല, അവൻ അടുത്ത ആഴ്ച വരും. എന്നാ ശരി ചേച്ചി. ഇരിക്കും മോനെ, ഞാൻ ചായ എടുക്കാം. വേണ്ട ചേച്ചി. അയാൾ എന്തിനാ വന്നേ അമ്മ? അത് പാല് സൊസൈറ്റിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നേ. എനിക്ക് അവിടെ വരെ നടക്കാൻ വയ്യ. എങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ അമ്മ, എന്തിനാ ചുമ്മാ അയാളെ? നീ സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ രാവിലെ ഒരു പടച്ചില്ല, അതിനിടയിൽ ഇപ്പോൾ ഇതും കൂടെ ഒന്നും ശരിയാവില്ല. ഉണ്ണി, നിന്റെ കഴിഞ്ഞോ? പോയാലോ? ആ അമ്മ, നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ. പുതിയ കോളേജും സ്ഥലമൊക്കെയാണ്. ഞാൻ പ്രാർത്ഥിക്കാം അമ്മ. ചേച്ചി, ഇതേ നോക്കാ ചേട്ടൻ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മര്യാദക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കുണ്ണി. ആ ചേച്ചി, ഞാനൊരു കാര്യം പറയാം. ഉടായിപ്പൊന്നും കാണിക്കരുതേ, നന്നായിട്ട് പഠിക്കണം. എൻ്റെ പൊന്നോ, ഇത് എത്രാമത്തെ തവണയാണ് ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയുന്ന ചേച്ചിക്ക് മടുപ്പില്ലെങ്കിലും കേൾക്കുന്ന എനിക്ക് നല്ല മടുപ്പുണ്ട്. പേടിയുണ്ടാവും ഉണ്ണി, അതുകൊണ്ടല്ലേ നിന്നോട് ഇങ്ങനെ ഒരു കുപ്പേരി പോലെ പറയുന്നേ. അമ്മൻ്റെ കാര്യം അറിയാലോ, അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല നിന്നെ അങ്ങോട്ട് അയക്കാൻ. നല്ല കോളേജാണ്, നിനക്ക് അവിടെ തന്നെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സില്ല മനസ്സോടെ അമ്മ ഇപ്പോൾ സമ്മതം മൂളിയേക്കുന്നത്. എനിക്കറിയാം ചേച്ചി, ഞാൻ മാത്രമല്ലല്ലോ അവിടെ. എത്ര കുട്ടികളുണ്ടാവും ദൂരത്തു നിന്നൊക്കെ വരുന്നേ. നീ പറയുന്നത് ശരിയാ ഉണ്ണി, പക്ഷെ നമുക്കിതൊന്നും ശീലമില്ലല്ലോ. ഇങ്ങനെ തന്നെയല്ലേ ചേച്ചി ഓരോന്ന് ശീലിക്കുന്നത്? ചുമ്മാ വീട്ടിലടച്ചിരുന്ന ഇതൊക്കെ എങ്ങനെ ശീലിക്കാൻ പറ്റുന്നേ? നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഈ പഞ്ചായത്ത് വിട്ട് നമ്മളെവിടെയും പോയിട്ടില്ല, ആ ഒരു പേടിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളെല്ലായിടത്തും പോയിട്ട് ശീലിക്കണം. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പേടി കൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ഇനി എൻ്റെ ചേച്ചി കുട്ടി പേടിക്കണ്ട, ഒരു പ്രശ്നമില്ല. ഉണ്ണി, ഇതാ നിനക്കുള്ള ബസ്, നീ കയറിക്കോ. ചേച്ചി എന്നാൽ ഞാൻ പോയിട്ട് വരാം. നോക്കിപ്പോണേ. ആ ചേച്ചി. ഹലോ, നീ ഇന്ന് നേരത്തെ ആണോടി? അതേടി, ഉണ്ണി ഇന്ന് ഫസ്റ്റായിട്ട് ക്ലാസ്സിൽ പോകുന്നല്ലേ, അവളെ ഒന്ന് ബസ് കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച്.
ആ എന്നിട്ട് പോയോ? ദേ ഇപ്പോൾ പോയുള്ളൂ. നിൻ്റെ മുഖത്തിനെന്തൊരു മ്ലാനത, ചെറിയൊരു പേടി. അവൾ ഞങ്ങൾ ആരുമില്ലാതെ തനിച്ച് ഇത്രയും ദൂരം ആദ്യമായിട്ടടി. ഷേ, ഇതിനാണ് പേടിച്ചിരിക്കുന്നത്. എടി അവൾ നിന്നെക്കാളും ബോൾഡാ. അതെ, എന്നാലും എന്തെന്നാലും ഒരെന്നാലും ഇല്ല. എടി അങ്ങനെയൊക്കെ പോയി ശീലിക്കണ്ടേ? നമുക്ക് എന്നും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ തനിച്ചായി പോയെന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എടി നീ എന്താ അങ്ങനെ പറയുന്നേ? ഓ എൻ്റെ പൊന്നൂനി അതിമ കയറി നെഗറ്റീവ് അടിക്കണ്ട. ഞാനൊരു ചാൻസ് പറഞ്ഞതാ. അതും നിൻ്റെ ഉണ്ണീൻ്റെയും നിൻ്റെയും കാര്യം മാത്രമല്ല, ഈ ലോകത്തുള്ള ആർക്കും ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അയാളുണ്ട് എന്നെ നോക്കാൻ, അല്ലെങ്കിൽ ഇയാളുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റുമോ? നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലടി. നമ്മുടെ ലൈഫ് എപ്പോൾ ചേഞ്ച് ആവുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവൾ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം എന്നല്ലേ നിൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ കുറച്ച് കഷ്ടപ്പെടണം. ഇതുപോലെ അവൾ എക്സാമിന് പോകുമ്പോൾ നിനക്കും അമ്മക്കും കൂടെ കൂട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറയുന്നത്. ഇപ്പോഴേ അവൾ ശീലിക്കട്ടെ തനിച്ച്, എന്നാൽ മാത്രമേ ഉള്ളൂ അവൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇൻ്റർവ്യൂ, ഇതിനൊക്കെ നമുക്ക് 4 ആളെയും കൂടെ കൂട്ടിച്ചെല്ലാൻ പറ്റുമോ? അവൾ ബോൾഡാടി. നീ ഓരോന്ന് പറഞ്ഞ് അതിനെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി. ഇടീ സമയം ഒരുപാടായല്ലോ, ബസ് എന്താ കാണാത്തേ? ആ ഞാനിപ്പോൾ അതാ നോക്കുന്നേ. നിങ്ങൾ പോകുന്ന ബസ് ഇന്നില്ല. ബസ്സില്ലേ? ഇല്ല. ആ സുഭാഷ്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടി? ഇവിടെയാണെങ്കിൽ ഒരു ഓട്ടോ പോലും കാണുന്നില്ല. നിങ്ങൾക്ക് ഓട്ടോ വേണോ? അതിന് ഓട്ടോ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ പോകുന്നുണ്ട്, പറഞ്ഞു വിടാം. ഓ താങ്ക് യു ഏട്ടാ. ശബരി, ശബരി എന്താണ്? എന്നാലും അയാൾ സംസാരിച്ചടി. അത് ശരി, നിന്റെ വർത്താനം കേട്ടതൊന്നും അയാൾ ഇതിന് മുന്നേ ഊമയായിരുന്നെന്ന്. അല്ലടി അങ്ങനെയല്ല, അയാൾ സംസാരിക്കുന്നത് നമ്മളിതുവരെ കേട്ടിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ ശബരി, എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്കൊരു തോന്നൽ. എന്ത്? അയാൾ പാവമാടി. ഈ നാട്ടുകാർ ഇതിൻ്റെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ അട്ടം നോക്കിയിരിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ ബസ്സിനകത്തേക്ക് കാണുന്നത്? അത് ശരി, ഇല്ലാത്ത ബുദ്ധി എന്നല്ലേ പറഞ്ഞേ? ബുദ്ധി എന്ന് പോലും പറയാൻ നിനക്ക് യോഗ്യതയില്ല കേട്ടാ. അല്ലടി, ആ ബസ്സില്ലെന്ന് പറയുന്നു, നമ്മളിനി എന്തോ ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഓട്ടോ പറഞ്ഞു വിടാമെന്ന്. എന്ത് നല്ല മനസ്സാടി. ഈ തങ്കക്കുടത്തിനാണോ ആൾക്കാരിങ്ങനെ? എൻ്റെ പൊന്നു, നീ ഇത് എന്തറിഞ്ഞിട്ടാ? അല്ലെങ്കിൽ നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം അടിക്കാൻ. ഞാനിനിയിപ്പോൾ ആരോട് പറയും? നീയേ മഞ്ജു ടീച്ചറിൻ്റെ അടുത്ത് പറ, അത് നിനക്ക് പറ്റിയ കൂട്ടാ. അയ്യോ വേണ്ട, ഞാനേ എന്നോട് തന്നെ പറഞ്ഞോളാം. ഹലോ സാർ. അതെ, ഞാനിവിടെ എത്തി സാർ. ഓക്കെ. ഹേയ് ഏതാടാ ഇത് പുതിയതൊരെണ്ണം? ഹേയ് മോളു. ആ നിന്നെ തന്നെ, ഇങ്ങോട്ട് വന്നേ. എന്താ തൻ്റെ പേര്? അതെന്തിനാ ഇപ്പൊ താൻ അറിയുന്നേ? പറയടി പുല്ലേ, പേരെന്താടി നിന്റെ? എടാ കൊച്ചിനെ പേടിപ്പിക്കാതടാ. അവൾക്ക് നമ്മളെ പരിചയമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംസാരിച്ചത്. അല്ല മോളെ, താനെന്തിനാടോ അടുത്തേക്ക് വരുന്നേ? അടുത്ത് വന്നാലല്ലേ ചോദിക്കാൻ പറ്റൂ. എന്താടാ ഇവിടെ? ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ. നിന്നോടൊക്കെ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. സോറി സാർ, ഞങ്ങളിനി ചെയ്യില്ല. താൻ ഫസ്റ്റ് ഇയറാ? എന്നാ ക്ലാസ്സിൽ പോകാൻ നോക്കാം. നിങ്ങളെന്താ ലേറ്റ് ആയത്? ഇന്ന് ബസ്സിലായിരുന്നു ടീച്ചറെ. ടീച്ചർ എങ്ങനെയാ വന്നേ? ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് വന്നേ. ഓ നിങ്ങൾക്കൊരു കോളുണ്ട് കേട്ടോ. എന്താ? രാജീവ് സാറിൻ്റെ കൊച്ചുമോനായിന്ന് വന്നേക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാ, പറയാതിരിക്കാൻ വയ്യ. വന്നപ്പോഴേ ഇവിടെ 3-4 ചീത്തയൊക്കെ കേട്ടതാ. ചീത്തയോ? ആർക്കാ കേട്ടേ? അങ്ങനെ വന്നപ്പോഴേ കേട്ടത് എനിക്കൊരു അധിക മിസ്സിനുമാണ്. ഞങ്ങളവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു, സാറ് വന്നത് കണ്ടില്ല. പിന്നെ ഉള്ളത് അബ്ബാസ് സാറിന്, സ്കൂൾ കോമ്പൗണ്ടിൽ തുണി മടക്കി കുത്തിയെന്ന് പറഞ്ഞിട്ട്. ഈശ്വര, അപ്പോൾ ഇത് 1.5 സാധനമാണല്ലോ. 1.5 അല്ല മോളെ, 2-2.5. എന്തായാലും ചൂടോടെ ചെന്നിട്ട് വാങ്ങിക്കാനുള്ള വാങ്ങിച്ചിട്ട് പോരും. വാ ശബരി, ഈ ചൂടാറുന്നതിന് മുന്നേ പോയി വാങ്ങാം. സർ. പറയൂ. സർ, ഞങ്ങൾ ലേറ്റായിപ്പോയി. അതെന്താ ലേറ്റ് ആയത്? അത് ഞങ്ങൾ എന്നും വരുന്ന ബസ്സൊന്നും ഇല്ലായിരുന്നു സർ. ഓട്ടോ പിടിച്ച് വന്നപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി. ഓക്കെ. എന്താ ടീച്ചറുടെ പേര്? ശബരി ലക്ഷ്മി. വാവ്,
നൈസ് ആൻഡ് വെറൈറ്റി നെയിം. സർ, ഞങ്ങളിനി ലേറ്റ് ആവാതെ നോക്കിക്കോളാം. പോട്ടെ. ഓ യാ. എടി, ഇയാളൊരു പോങ്ങനാണല്ലോ. ഇയാളെയാണോ മഞ്ജു ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, അയാൾ എൻ്റെ അടുത്ത് പേര് ചോദിച്ചില്ലടി. ആഹാ, എന്നെ പോയി പറഞ്ഞിട്ടോ? അയ്യ, അങ്ങനെ അല്ലടി. എന്നാലും അയാളുടെ നോട്ടം അത്ര ശരിയല്ല മോളെ. നിന്നെ നന്നായിട്ട് ബോധിച്ച മട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഇനി ഇതും എൻ്റെ മണ്ടേ കൊണ്ടിടും. എടി പെണ്ണ, നിനക്ക് എന്താ അടി വയ്യേ? എടി, ഞാൻ കാണുന്ന കാര്യമല്ലേ പറയുന്നേ. അങ്ങനെ നിന്നെ കണ്ടപ്പോഴേ ഇങ്ങനെ വായും തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അയാൾ എന്താ പറയാൻ വന്നത് പോലും അയാൾക്ക് ഓർമ്മയില്ല. ഫ്ലാറ്റ്. നിനക്ക് ക്ലാസ് ഇല്ലേ ഇപ്പോൾ? ഇല്ല, ഫസ്റ്റ് അവർ ഞാൻ ഫ്രീയാ. ബട്ട് എനിക്ക് ക്ലാസ് ഉണ്ട്. സോ ഞാൻ പോവാണേ. ശബരി ലക്ഷ്മി. നൈസ്, എല്ലാം കൊള്ളാം. എടോ ചന്ദ്ര, എന്താ കുഞ്ഞ്? കുഞ്ഞോ? ഞാനെങ്ങനെ ഇവിടെ തൻ്റെ കുഞ്ഞായേ? കോൾ മീ സാർ. സോറി സാർ. ഈ ശബരി ലക്ഷ്മി എങ്ങനെയാള്? അത് നല്ല കുഞ്ഞാ. വാട്ട്? തനിക്ക് എല്ലായിടത്തും നടന്ന് കുഞ്ഞിനുണ്ടാക്കാനാണോടാ ജോലി? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. താൻ ആ ശബരി ലക്ഷ്മിയുടെ ഡീറ്റെയിൽസ് ഫയൽ ഒന്ന് എടുത്തിട്ട് വാ. ഓക്കെ സാർ. നാളെ ഒരു ടെസ്റ്റ് പേപ്പർ വെച്ചാലോന്ന് ആലോചിക്കുക ഞാൻ. അയ്യോ ടീച്ചറെ, അങ്ങനെ പറയില്ലേ ടീച്ചറെ. ഇതിപ്പോൾ 2 ആഴ്ചയായി നിങ്ങളിങ്ങനെ നീട്ടി കൊണ്ടുവന്ന്. ഇനി നടക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഓരോ പാഠം തീരുന്നതിനനുസരിച്ച് ടെസ്റ്റ് പേപ്പർ വെച്ചാലേ നിങ്ങൾക്ക് വല്ലതൊക്കെ അറിയുമെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ടീച്ചറെ. ഞാനും കൂടെ നോക്കട്ടെ നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന്. ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഗുണം ചെയ്യും. അപ്പം നാളെ ടെസ്റ്റ് പേപ്പർ A4 ഷീറ്റ് കൊണ്ടുവരാൻ മറക്കണ്ട. ഇനി ഇപ്പേരും പറഞ്ഞ് ആരും മുങ്ങാന്ന് വിചാരിക്കണ്ട കേട്ടോ. നാളെ ലീവ് എടുക്കുന്ന എല്ലാവരെയും ഞാൻ പൊക്കുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എക്സാം വെക്കും. ഇവിടെ അല്ല കേട്ടോ, സ്റ്റാഫ് റൂമിൽ തനിച്ചിരുന്ന് എക്സാം എഴുതേണ്ടി വരും. അതുകൊണ്ട് ആരും ഉടായ്പ് കാണിക്കാൻ നിൽക്കണ്ട. നാളെ തന്നെ വന്നങ്ങ് എഴുതി പൊക്കോ, അതാ നല്ലത്. ടീച്ചർ ഇങ്ങനെ പെട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെയാണ് പഠിക്കുക? നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാമെന്ന്. മലയാളമല്ലേ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒന്ന് വായിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. നാളെ എന്തായാലും എക്സാം ഉണ്ട് കേട്ടോ. ഇനിയൊന്നും പറയാണ്ട, മാറ്റത്തില്ല ഞാൻ. ടീച്ചറെ ബെല്ലടിച്ച്. ഓ, അത് പറഞ്ഞു തരാൻ അവൻ എന്താ ത്വര. നാളെ പേപ്പറിലും ഇതേ ത്വര കാണണം കേട്ടോ. എന്താണ് ശബരി ടീച്ചറെ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കൊള്ളാം സാർ, കുഴപ്പമൊന്നുമില്ല. ഗുഡ്. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ? ടീച്ചറെ, സാരി ടീച്ചർക്ക് നന്നായി ചേരുന്നുണ്ട്. അല്ല, ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. ശബരി ടീച്ചറെ, താങ്കൾ എന്താണ് ഇങ്ങനെ ചിന്താവിഷ്ടിയായിരിക്കുന്നത്? എന്തോ ഉണ്ട്, മര്യാദ പറ. എന്താടി? ഇടി, അയാളുടെ നോട്ടം അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാളും നമ്മുടെ തെമ്മാടിയും നിന്നെ തന്നെയാണ് നോക്കുന്നത്. ഇതും അതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇയാളുടെ നോട്ടം അങ്ങനെയല്ലടി. പിന്നെ ഇയാളൊരുമാതിരി വൃത്തികെട്ട നോട്ടമാടി നോക്കുന്നേ. ഒരുമാതിരി ചുഴുന്ന് തല മുതൽ കാല് വരെ ഒരുമാതിരി എനിക്കെന്തോ അറപ്പ് തോന്നുക. അങ്ങനെയാണോ വൃത്തികെട്ടവൻ? കണ്ടാലെന്നൊരു മാന്യൻ. അതാ പറയുന്നത്, ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടെന്ന് വിചാരിച്ച് അവർ മാന്യന്മാരാവണമെന്നില്ല. ശരിയാ, അല്ലെങ്കിൽ ഇതിനെ ഇയാൾ വന്നേക്കുന്നേ. രാജീവ് സാറാണെങ്കിൽ മനസ്സമാധാനത്തോടെ ഇരിക്കായിരുന്നു. സത്യം, പെട്ടെന്ന് എന്താ സാറ് പോയത്? സാറിനെന്തോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. പെട്ടെന്നൊന്ന് മാറി സാർ വന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ ചുഴുന്നോട്ടമൊക്കെ സഹിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ശബരി, അയാളിത് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ കാണാത്ത പോലെ പോവാം. ശബരി ടീച്ചർ, വീട്ടിലേക്ക് എങ്ങനെ പോകുന്നേ? വണ്ടി ഉണ്ടോ? ഇല്ല, ബസ്സിലാണ് പോകുന്നത്. എങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാൻ ബസ്സിന് പോയിക്കോളാം. ഓക്കെ. അയ്യോ, സാറ് വന്ന് വിളിച്ചിട്ടും എന്താ ശബരി ടീച്ചറെ പോവാതിരുന്നേ? വെറുതെ ബസ്സിൽ തിക്കും തിരക്കിപ്പെട്ട് അവിടെ വരെ ഞെരിഞ്ഞമർന്ന് പോകണോ? മഞ്ജു ടീച്ചറെ, ഇവൾക്കുണ്ടല്ലോ ഈ ഞെരിഞ്ഞമർന്ന് പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർക്ക് ഇഷ്ടമല്ല അല്ലേ? എനിക്ക് ടീച്ചർ ഒരു കാര്യം ചെയ്യും, സാറിനോട് ചോദിച്ചു നോക്ക്. ഒന്നും ഡ്രോപ്പ് ചെയ്യാതിരിക്കില്ല അല്ല ശബരി? അതെ, മഞ്ജു ടീച്ചറെ എന്തായാലും ഡ്രോപ്പ് ചെയ്യുന്നേ. എന്താന്ന് വെച്ചാൽ സാറിൻ്റെ അമ്മയാവാൻ പ്രായമുണ്ടല്ലോ മഞ്ജു ടീച്ചറിന്. അത് ശരിയാ. ടീച്ചർ ഒന്ന് ചോദിച്ചു നോക്കിയേ. അയ്യോ, ഹസ്ബൻഡ് എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓ ടീച്ചറെ. എൻ്റെ പൊന്നോ, വേൾഡിൽ ഒരൊറ്റ പീസേ കാണത്തുള്ളൂ. ഇതും കൂടെ തീർന്ന വംശനാശം. സാറെന്താടി ഇവിടെ? ഇതേ നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ, അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടോ?
നീ ഇതാരെയാ നോക്കുന്നേ? ഞാൻ ആ തെമ്മാടിയെ നോക്കിയതാ. ആഹാ, നീ തന്നെ സമ്മതിച്ചില്ല മോളെ നീ അയാളെ നോക്കുന്നുണ്ടെന്ന്. എടി അങ്ങനെയല്ല, അയാൾ അവിടെ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഒരു സമാധാനമായിരുന്നു. അയാൾ രാവിലെയും വൈകിട്ടും എൻ്റെ വീട് വരെ എൻ്റെ പിറകെ വരാറുണ്ട്. അതെനിക്കൊരു സമാധാനമാടി. നിനക്കറിയാലോ എൻ്റെ വീട്ടിലേക്കുള്ള ആ വഴി ഭയങ്കര ഇടുങ്ങി പേടിയാ അതിൽ കൂടെ പോകുമ്പോൾ തന്നെ. ആരെങ്കിലും ഒന്ന് കയറി പിടിച്ചാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ വെച്ച്. ഇതിപ്പോൾ അയാളെ കാണുന്നുമില്ല. അതാ പറയുന്നത്, കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. ശബരി, അയാളെ കടയിൽ കയറിയിട്ടുണ്ട്. നീ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. ശരിടി, ഞാൻ പോയി, നാളെ കാണാം. ഏയ് ശബരി ടീച്ചറേ, പേടിക്കണ്ട ടീച്ചറേ, ഞാനാ. എന്താ? ചുമ്മാ ടീച്ചറുടെ വീടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ടീച്ചർ ഈ സാരി മാത്രമേ വെച്ചിട്ടുള്ളൂ. സാരിയാണ് ഗ്ലാമർ. സാറ് പോയേ, എനിക്ക് വീട്ടിൽ പോകണം. ഞാനൊരു കമ്പനി തരാം ടീച്ചറെ, സംസാരിച്ച് നമുക്ക് മെല്ലെ അങ്ങോട്ട് പോവാം. വേണ്ട. ഇനിയും പറയാതിരിക്കാൻ വയ്യ ടീച്ചറെ. എനിക്ക് ടീച്ചറെ കണ്ട മാത്രയില്ലേ അങ്ങ് ബോധിച്ചു. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചാലൊന്ന് ആലോചിക്കുക. പെണ്ണിൻ്റെ കൂടെ നടന്ന് സംസാരിച്ചാണോ വീട്ടിൽ വന്ന് പെണ്ണ് വയ്ക്കുന്നത്? ഓ, ഭയങ്കര റൂഡാണല്ലോ ടീച്ചർ. ശബരി, വാ കേറ്. ഇയാളാരാ? ശബരി ഇതാരാ? അത് സ്കൂളിലെ രാജീവ് സാറിൻ്റെ കൊച്ചുമോനാണെന്നാ പറയുന്നത്. രാജീവ് സാറിന്റെ കൊച്ചുമോനെന്തിനാ തൻ്റെ കൂടെ വരുന്നേ? കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സമയമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആണോ സാറേ? എന്തായാലും സാർ ഇച്ചിരി ലേറ്റായി പോയി. മനസ്സിലായില്ല, ഞങ്ങൾ തമ്മിൽ 6 വർഷമായിട്ട് പ്രണയത്തില. അടുത്ത വർഷം കല്യാണം ഉണ്ടാവും. അതാ പറഞ്ഞേ, സാർ ലേറ്റായി പോയി. ഓ അങ്ങനെയാണോ? എന്നിട്ട് ശബരിയുടെ വീട്ടിലൊക്കെ ഓക്കെ ആണോ? പിന്നെ ഞങ്ങളുടെ 2 വീട്ടിലും ഓക്കെയാണ്. അടുത്ത വർഷം ആവാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടാ. അപ്പോൾ സാറ് സമയം കളയണ്ട, വേറെ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ നോക്കിയാൽ അടുത്ത വർഷം ഞങ്ങൾ കൂടെ തന്നെ കെട്ടാം. പോവാം. ഇവിടെ നിർത്ത്. ചേച്ചി, ആ നീ നേരത്തെ എത്തിയാ? ഇന്ന് ഫസ്റ്റ് ഡേ അല്ലായിരുന്നോ? നേരത്തെ വിട്ട്. എങ്ങനെയുണ്ട് നിന്റെ കോളേജ്? ഒന്നും പറയാനില്ല ചേച്ചി, എന്ത് രസമാണെന്നോ. പിന്നെ ചേച്ചി വേറൊരു കാര്യമുണ്ടായി. ഞാൻ രാവിലെ അവിടെ എത്തിയുള്ളൂ. അപ്പോഴത്തേക്കും കുറച്ച് ചെക്കന്മാർ വന്ന് എന്നെ റെഗ് ചെയ്യാൻ നോക്കി. അയ്യോ, എന്നിട്ടെന്താ, ഒരു ചേട്ടൻ വന്ന് അവന്മാരെ ചീത്തം പറഞ്ഞ് എന്നോട് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞു. അതാരാള്? ആർക്കറിയാം. എന്തായാലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഉണ്ടല്ലോ, ഇൻ്റർവെൽ സമയത്തൊക്കെ അവരെന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ആ കണ്ണുകാരോട് കുത്തിപ്പൊട്ടിക്കാൻ തോന്നാം. ദേ ഉണ്ണി, നീ ചുമ്മാ ഓരോന്ന് കാണിച്ചു വെക്കരുതേ. നമുക്ക് പരിചയം പോലും ഇല്ലാത്ത സ്ഥലമാണ് അത്. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സാർമാരോട് പറഞ്ഞാൽ മതി നീ. അയ്യേ, ഞാനെന്താ അമൂൽ ബേബിയോ? ചേച്ചി, ഞാനിപ്പോൾ 8ലും 10ലും ഒന്നും അല്ല, ഡിഗ്രിയാണ് പഠിക്കുന്നത്. അമ്മ എവിടെ? അമ്മ കിടക്കുക. എന്ത് പറ്റി? നടുവേദന? അയ്യോ, ആ മരുന്ന് വാങ്ങിയില്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും നാളെ അത് വാങ്ങണം. അതിന് ചേച്ചിക്ക് ക്യാഷ് കിട്ടിയോ? ഇല്ല. എന്നാലും ആരോടെങ്കിലുമൊക്കെ ചോദിക്കണം. എത്രയെന്ന് വെച്ചിട്ടാ ഈ വേദന ഇങ്ങനെ സഹിക്കുന്നത്? അമ്മ, നീ മരുന്ന് വെച്ചേ? കുട്ടൻ വന്നോ മോനെ? ഇല്ല, അവനിപ്പോൾ എത്തും. ഇനി അമ്മ കുറച്ച് കിടന്നു, വല്ലാണ്ട് ഇരിക്കണ്ട. കുറച്ച് സമയം ഇരിക്കട്ടെ, അധികം കിടക്കാനും വയ്യ. മനു, അവൻ വന്നെന്ന് തോന്നുന്നു മോനെ. ആ അമ്മ, ഞാൻ നോക്കാം. മാനവ് മഹാദേവ്, എന്തൊക്കെയാണ് വിശേഷം? നീ എന്താ ലേറ്റായേ? ഞാൻ ലേറ്റായാ? ഓ, ഇച്ചിരി ലേറ്റായല്ലേ. ഞാൻ വരുന്ന വഴി ഒരു ചായ കുടിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ചായ വേണ്ടായിരിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഏത് ചായ കുടിച്ചാലും ഈ മാനവ് മഹാദേവൻ്റെ കൈ കൊണ്ടുള്ള ചായ കുടിച്ചില്ലെങ്കിലേ എനിക്കൊരു പ്രസരിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴത്തേക്കും ചായ എടുത്ത് വെക്ക്. ചെല്ല്. നടാ ചായ. ഇതാമ്മ. എനിക്കിപ്പോൾ വേണ്ട മോനെ, അവനെ കൊടുക്ക്. കുടിക്ക്. ഇതിങ്ങനെ മരുന്നും കുളിക്കുകയും മാത്രം കുടിച്ചെങ്ങനെയാ? ഒരു സാധനം ഇപ്പം കഴിക്കുന്നില്ല. എന്താ അമ്മ ഇങ്ങനെ ആയ?
എനിക്ക് ഒന്നും കുടിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അതൊക്കെ കുടിക്കുമ്പോൾ അങ്ങ് തോന്നിക്കോളൂ. നീ ആ ക്ലാസ് അങ്ങോട്ട് കൊടുത്തേ. എങ്ങനെയുണ്ട് കോളേജ്? ആ കൊള്ളാം. പിന്നെ പിള്ളേർ കുറച്ച് തല തെറിച്ച പിള്ളേരാ. ആഹാ, അത് കൊള്ളാലോ. തലയില്ലാത്ത സാറിന് തല തെറിച്ച പിള്ളേർ. കൊള്ളാം. പൊടാം. മറ്റയാളുടെ ഒരു കാര്യം വന്ന് കയറിയില്ല. ഇത് തമാശയാ എൻ്റെ പൊന്നമ്മ. എന്ത് പറയുന്നു നിന്റെ ശബരി ടീച്ചർ? എന്ത് പറയാൻ, നീ ഇപ്പോഴും പറഞ്ഞില്ലല്ലേ? അതൊന്നും ശരിയാവില്ലടാ. അവളുടെ നോട്ടം കണ്ടാലേ അറിയാം അവൾക്ക് എന്നെ തീരെ പിടിക്കില്ല. ആ, നീ അതും പറഞ്ഞോടെ ഇരിക്ക്. എന്നിട്ട് അവസാനം അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമ്പോൾ പോയേ 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 പോണേ പോകട്ടെ അങ്ങനെയും പാടി ഇങ്ങനെ നടക്കാം. പല ടൈമിലും എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ടടാ. പക്ഷേ അവളുടെ മുഖം കാണുമ്പോൾ പിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും. അവളെങ്ങാനും എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്നങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ഇതാകുമ്പോൾ എനിക്ക് അവളെ ഇങ്ങനെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാമല്ലോ. അവൾ ഇഷ്ടമല്ലെന്നങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് അവളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. എടാ മനു, നിൻ്റെ ഇഷ്ടം മനസ്സിലിട്ടുകൊണ്ട് നീ എത്ര നാളിങ്ങനെ നടക്കും? എനിക്കറിയില്ല. എന്തായാലും ഇതിങ്ങനെ പോട്ടെ. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി. എന്താ? എൻ്റെ ലൈഫിൽ ഒരു വില്ലൻ കൂടെ. അതാരാ? അവൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ഹെഡിൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞ്. എന്നിട്ട് അവനെ കൊണ്ടെന്തപ്പോൾ പ്രശ്നം? അവളുടെ പിറകെയാ. അപ്പോൾ അവന് മേടിച്ചിട്ടേ പോവൂ. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു ചെറിയ ഡോസ് കൊടുത്തിട്ടാണ് ഞാൻ വിട്ടെ. അവൻ അതിൽ നന്നായി അവന് നന്ന്, അല്ലെങ്കിൽ അവനെ ഞാൻ നന്നാക്കും. എന്തായാലും നീ ശ്രദ്ധിക്കേ. വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. അത് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടടാ. സിന്ധു ചേച്ചി എങ്ങനെ ഇരിക്കണം? കുഴപ്പമൊന്നുമില്ലടാ. എന്തോ നടുവേദനയാണെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. നാളെ മരുന്നും കൊണ്ട് പോകണം. ചേച്ചി ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ പിള്ളേരെ അറിയുമെന്ന് വിചാരിച്ചിട്ടേ. ചെറിയ പെണ്ണ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവളുണ്ടല്ലോ, ഒരു 1.5 കാന്താരിയാന്ന് തോന്നണല്ലേ. ഇല്ലാതില്ല. നീ കുറച്ച് പാടുപെടും മോനെ. പക്ഷേ പാടുപെടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പോരാ. അവിടെ ചെന്ന് ഇഷ്ടം പറ. എനിക്ക് അതോർക്കുമ്പോഴാണ് പേടി വന്നെ. അവളെ എന്നെ വന്നിട്ട് പൊട്ടിച്ചാലും വേണ്ടില്ല. എന്നെ ഇഷ്ടമല്ലെന്നെങ്ങാനും പറഞ്ഞാൽ പൊന്നോ തീർന്നു ഞാൻ. എന്നാലും ഈ നാട്ടുകാർ എന്ത് കണ്ടിട്ടാടാ നീ ഒരു തെമ്മാടിയാണ്, താൻ തോന്നിയാണെന്നൊക്കെ പറയണത്? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ മുഖത്ത് നോക്കി ആ ഇഷ്ടം തുറന്ന് പറയാനുള്ള ധൈര്യം പോലും നിനക്കില്ല. സത്യം പറഞ്ഞാൽ ആരാണ് എനിക്ക് ഈ പേര് ഫസ്റ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഇട്ട ആളുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ചുമ്മാ ആരും എന്നെ വന്ന് ചൊറിയാറില്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അമ്മേനെ എന്നെ ചേർത്ത് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? അവർക്ക് എങ്ങനെ അങ്ങനെയൊക്കെ? അത് നാട്ടുകാർ നായ്ക്കളുടെ കാര്യം പറയാത്തതെന്നല്ലേ. അവർക്ക് നാവിനില്ലെന്ന് വിചാരിച്ച് എന്തും പറയാമെന്നാ. പിന്നെ അവരെ തന്നെ കുറ്റം പറയാൻ കഴിയില്ല. എന്തെങ്കിലും എനിക്ക് പറ്റാത്ത കാര്യം കണ്ടാൽ ഞാൻ ചെന്ന് ചോദിക്കാറുണ്ട്, അടിക്കാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്നൊരു നാട്ടുകാർ തന്നെയാണോ അന്വേഷിക്കാറില്ല. അവരെന്തിനാണ് നിൻ്റെ നല്ല കാര്യം അന്വേഷിക്കുന്നത്? അവർക്ക് എന്തോരം ചീത്ത കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അതിനിടയിൽ അപ്പം നിൻ്റെ നല്ല കാര്യം ഒന്ന് പോയാടർക്ക്. നീ വല്ലതൊക്കെ കഴിക്കാൻ എടുക്ക്. അവരായി അവരുടെ പാടായി. അതിനിവിടെ ഒന്നുമില്ലടാ. കഞ്ഞി വെക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരി ഇടണം. അരി ഇടണ്ട, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. എന്നിട്ട് ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കും? എന്നാൽ പിന്നെ കഞ്ഞി മതിയല്ലേ? അതല്ലടാ ഞാൻ പറഞ്ഞേ. കഞ്ഞിയെങ്കിൽ കഞ്ഞി. അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്? ചുമ്മാ അവൻ പറഞ്ഞതോരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഇന്ന് ഉണ്ണിയും കൂടെ ഉണ്ടല്ലോ. അതെ, ഞാനെന്നും പോകുന്ന ബസ് പോയി കാണും. ഞാനിന്ന് ഇച്ചിരി ലേറ്റായി പോയി ചേച്ചി കണ്ടിട്ട് എത്ര കാലമായി? ശരിയാ, നമ്മൾ ഈ പരിസരത്തൊക്കെ ഉണ്ട്. നിന്നെയാണല്ലോ ഇങ്ങോട്ടൊന്നും കാണാത്തേ. ചേച്ചിക്ക് സുഖമല്ലേ? പിന്നെ പരമ സുഖാ മോളെ. നിനക്കോ? കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോണം. ഡേഡി നേരെ തെമ്മാടി. നിങ്ങൾ ഈ ചേട്ടനെ തെമ്മാടി എന്നാണ് വിളിക്കുക? അതെന്താ ചേച്ചി? എന്തിനാ ഇങ്ങനെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? സ്നേഹ ചേച്ചി, ഞാനിപ്പോൾ പറഞ്ഞതിൽ എവിടെ അനാവശ്യം? എനിക്കറിഞ്ഞൂടാ മോളെ. നിന്റെ ചേച്ചിയുടെ അടുത്ത് തന്നെ അങ്ങ് ചോദിക്കുക. ചില സമയത്ത് അവൾ എന്താ പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. അപ്പം വീട്ടിൽ മാത്രമല്ലല്ലേ ഇങ്ങനെ റിലേ പോയ കണക്ക്? അപ്പോൾ വീട്ടിലും അങ്ങനെയാണല്ലേ? ഞാൻ വിചാരിച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന്.
അല്ല അല്ല, വീട്ടിലും ഇങ്ങനെ തന്നെയാ. എന്തായാലും ഒന്ന് സൂക്ഷിച്ചുകൊണ്ടേ നീ നിന്റെ ചേച്ചിയെ, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതെ അതെ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പലതും നാറും. ഡി സാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് എണീറ്റ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇനി വരില്ല. ആ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. എന്ത് സംഭവ വികാസം? നല്ല പറ, എന്ത് സംഭവ വികാസം ഉണ്ടായേ? അമ്പടി അങ്ങനെയൊക്കെ ഉണ്ടായാ? എന്നിട്ട് നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ല? ഞാനെന്ത് പറയാനാ? 6 വർഷമായിട്ട് പ്രണയത്തിലാണ്, അടുത്ത വർഷം കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ടും നീ ഒന്നും പറഞ്ഞില്ല? ഇല്ല. അമ്പടി കേമി, നിനക്കപ്പോൾ അതിലൊരു താല്പര്യം ഉണ്ടല്ലേ? ദേ പോയ സ്നേഹ, ആ ഒരു അവസരത്തിൽ പിന്നെ ഞാൻ തിരുത്തി പറയണമായിരുന്നു. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ കൂടെ നിന്നതുകൊണ്ട് ഈ സാറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ആര് പറഞ്ഞു രക്ഷപ്പെട്ടെന്ന്? ദേ വരണം. എക്സ്ക്യൂസ് മീ, ഈ ടീച്ചറുടെ പേരെന്തായിരുന്നു? എൻ്റെയോ? അതെ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. പരിചയപ്പെടുന്നു ഞാനിവിടെ ഉള്ളത് കണ്ടായിരുന്നോ ആവോ? എന്ത് ടീച്ചർ? അല്ല, പേര് സ്നേഹ. ആ സ്നേഹ ടീച്ചർ, കം വിത്ത് മീ. സ്നേഹ ടീച്ചർ? ചെല്ലു സ്നേഹ ടീച്ചറെ, പൊടി. നമുക്ക് ശരിക്കും എത്ര സബ്ജക്റ്റാണ് ഉള്ളത്? 5 അല്ലേ? 5 അല്ലേ? പക്ഷേ ഉണ്ടല്ലോ, എത്ര സാറുമാരാണ് വന്നു പോകുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ 2-3 സാറുമാരുണ്ടായിരിക്കുമല്ലേ? ഉണ്ടായിരിക്കും. ഹലോ ഗായ്സ്, നമ്മൾ പരിചയപ്പെടാൻ കുറച്ച് ലേറ്റായി പോയി. സാരമില്ല, ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് ഷാരുൺ, ഞാനാണ് നിങ്ങളുടെ ക്ലാസ് സാറ്. നിങ്ങൾക്ക് ഞാൻ ഗ്രാമറാണ് എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരായി ഇവിടെ വന്ന് ഒരു ചെറിയ ഇൻട്രോ തന്നാൽ എനിക്കും ബാക്കിയുള്ളവർക്കും നിങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. സോ ഓരോരുത്തരായി വന്ന് ഇൻട്രോ തന്നോളൂ. മോളെ ശബരി, അയാൾ നിന്നെ അങ്ങനെ വിടാനുള്ള പരിപാടിയൊന്നുമില്ല. അയാൾ എന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? നിന്നെക്കുറിച്ച് ചോദിക്കാനാ. നീയും തെമ്മാടിയും തമ്മിൽ 6 വർഷമായിട്ട് പ്രണയത്തിലാണോ എന്ന് എന്നോട് ചോദിച്ചു. മാത്രമല്ല അടുത്ത വർഷം കല്യാണം ഉണ്ടോയെന്ന്. അപ്പം നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞവർ തമ്മിൽ 6 വർഷമായിട്ട് മുട്ടിഞ്ഞ പ്രണയത്തിലാണ്. വീട്ടിലും നാട്ടിലും എന്തിനും ഓരോ പട്ടിക്കും പൂച്ചക്കും വരെ അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞു. അത് ഇച്ചിരി ഓവറായില്ലേ? എടി ഓവറായില്ലല്ലേടി, എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കുള്ളൂ. അപ്പം അങ്ങേരെന്താ പറഞ്ഞേ? ഞാൻ ആ പട്ടിയുടെയും പൂച്ചയുടെയും കാര്യം പറഞ്ഞപ്പോൾ അയാൾക്ക് ചെറുതായിട്ട് കൊണ്ടുവന്ന് തോന്നുന്നു. അയാൾ പെട്ടെന്ന് എന്നോട് പറയാം, ഞാനിവിടെ വന്നപ്പോൾ ഞാനും ചെറുതായിട്ട് ഇത് അറിഞ്ഞായിരുന്നു, ഇത് സത്യമാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി എന്നെ വിളിച്ചേന്ന്. എന്നിട്ട് എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞതും വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ കാര്യമൊന്നും ചെന്ന് ശബരിയോട് പറയരുതെന്ന്. ഞാൻ ഓക്കെ സാർ, ഗുഡ് ബൈ എന്നും പറഞ്ഞു പോകും. എന്നിട്ട് നീ ഇത് എന്നോടൊന്നും അറിഞ്ഞ എന്തിനാ? പിന്നെ പറയാണ്ടിരിക്കുമോ? അങ്ങേര് പറയണ്ടെന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ ഞാൻ അങ്ങേരുടെ ആരാ? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങേരെൻ്റെ പേര് പോലും പഠിച്ച്. എന്നിട്ട് ആ അങ്ങേർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയാതിരിക്കണം അല്ലേ? ഇപ്പം കിട്ടും. ഡി സാർ ഇന്ന് നേരത്തെ പോയെന്ന് തോന്നുന്നു. എന്തേ? ഞാനേ പഞ്ച് ചെയ്യാൻ പോയപ്പോൾ ചെറുതായിട്ട് ആ റൂമിലേക്ക് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ കാണാനില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഞ്ജു ടീച്ചർ ഹസ്ബൻഡ് കൂടിയാലേ പോകുന്നേ. അതൊക്കെ കാണുമ്പോഴാണ് കൊതിയാവുന്നത്. ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങേരുടെ കൂടെ അങ്ങ് പോയാൽ മതി. ഇത് തൂങ്ങി പിടിച്ച മനുഷ്യൻ. എങ്കിൽ നീ ഒന്ന് കെട്ടടി. ഞാൻ എങ്ങനെയാടി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയാനൊന്ന് കെട്ടിച്ചതാന്ന്. അവർക്ക് ഒരു ചിന്തയില്ലടി എന്നെ കെട്ടിക്കണം എന്നുള്ളത്. ഇനി ഏത് കാലത്താണ് മൂക്കി പല്ല് വന്നിട്ടോ? ഒന്ന് സംസാരിച്ച് നോക്കായിരുന്നില്ലേ? ഞാൻ എങ്ങനെ അച്ഛനോട് ചെന്ന് എന്നെ ഒന്ന് കെട്ടിച്ചതാന്ന് പറയാ? പക്ഷേ അതൊക്കെ മോശമല്ലേ? എൻ്റെ ചേച്ചിയെ കെട്ടിച്ച കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 2 വർഷവും കൂടെ ഞാൻ കാത്തിരിക്കേണ്ടി വരും. നിൻ്റെ ചേച്ചിയുടെ കല്യാണം 25-ലായിരുന്നോ? അതെ. ആ ടൈമിലെങ്കിലും എന്നെ കെട്ടിച്ചാൽ മതിയായിരുന്നു. എടി, ഈ നാട്ടുകാർ തൻ്റെ ആളെന്താടി ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ കാര്യമായിട്ട് എന്താ നടന്നിട്ടുണ്ടല്ലോ. എന്നാലും എന്തായിരിക്കും? എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡി അവരെല്ലാം എന്നെ അടി നോക്കുന്നേ. അത് നിനക്ക് തോന്നായിരിക്കൂടി. എനിക്ക് തോന്നുന്നത് എന്നെ നോക്കുന്ന പോലെയാ. എവിടെ മോളെ കാമുകൻ? അല്ലെങ്കിൽ മണപ്പിച്ച് അവൻ പിറക്കെ കാണാറുണ്ടല്ലോ. അവൻ കുറച്ച് മുന്നേ അവളുടെ വീട്ടിലേക്ക് പോയായിരുന്നു. തിരിച്ചു പോകുന്നത് ഇവിടെ ആരും കണ്ടിട്ടില്ല. ആഹാ, അതുവരെയൊക്കെ ആയി. അപ്പോൾ എന്താടി പെണ്ണ, നിനക്ക് ഇത്രയും കഴപ്പോ? ആ തെമ്മാടി ചക്കനെ കിട്ടിയുള്ള നിനക്ക് കൂടെ കിടത്താൻ. ഇവരിതെന്തൊക്കെയായി പറയുന്നേ? നാട്ടുകാരുടെ കുത്തുവാക്കും തുറിച്ചു നോട്ടവും കൊണ്ട് അവൾക്ക് മനസ്സാകെ ഭാരപ്പെട്ട് കിടക്കുകയായിരുന്നു. ഭാരിച്ച മനസ്സും കൊണ്ട് നടന്നിട്ട് അവൾക്ക് എത്തുന്ന പോലും ഇല്ലായിരുന്നു. അമ്മ, എന്താടി ഞാൻ ഈ കേൾക്കുന്നേ? അമ്മ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ആദ്യം നിന്റെ നാടകം. നിങ്ങൾ 6 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നല്ലേ? അമ്മ, അത് നിർത്തടി. എനിക്ക് നിന്നെ വിശ്വാസം പോലും ഇല്ല. ഇപ്പോൾ ഞാനില്ലാത്ത സമയത്ത് അവനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റാറുണ്ടോടി നീ? അവൻ ഞാൻ
ഞാൻ അങ്ങനെയൊന്നും ഇല്ല. എനിക്കിതിന് വിശ്വാസമില്ല ശബരി. നിന്റെ താഴെ ഒരെണ്ണം വളർന്നു വരുന്നുണ്ട്. അതിന്റെ ജീവിതം കൂടെ ഇങ്ങനെ തൊലക്കരുത് നീ. ആ വരുന്നുണ്ടല്ലോ. എന്താ ചേച്ചി പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? എന്താ? എനിക്കൊന്നും. നീ ഇവളും കാരണം എനിക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഞങ്ങള് നീ ഒന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം തന്നാ മതി. നിനക്ക് ഇവളെ ഇഷ്ടമാണോ അല്ലേ? പറ, എന്താടാ നിനക്ക് പറയാൻ ഇത്രയും മടി? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നിനക്ക് ഇവളെ ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണ്, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും. മതി, എനിക്ക് ഇത്രയും മതി. ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ചേനെ നീ ഇവളെ താലി കെട്ടി സ്വന്തമാക്കണം, എത്രയും പെട്ടെന്ന്. ഇതൊരമ്മയുടെ അപേക്ഷയാണ്. പറയുന്ന പോലെ ചെയ്യാം ഞാൻ. നാട്ടുകാരായി നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. ഈ നിൽക്കുന്നവൻ എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടും, വൈകാതെ തന്നെ. ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നേ? ഉണ്ണി പ്ലീസ്, കുറച്ച് സമയം ചേച്ചി ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. അമ്മ, ചേച്ചിക്ക് എന്താ പറ്റിയത്? ചേച്ചി എന്തിനാ കരയുന്നേ? എനിക്കറിയില്ല, അവളോട് തന്നെ ചോദിക്കുക. അമ്മ, എന്താ ഉണ്ടായേ? ഒന്ന് പറ. നാളെ കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണം. ചേച്ചിയുടെ കല്യാണോ? അതിനെന്തിനാ ചേച്ചി കരയുന്നേ? ചേച്ചിക്ക് ഇഷ്ടമല്ലാതാണോ കല്യാണം നടത്തുന്നേ? അമ്മ എന്തേലൊക്കെ ഒന്ന് പറ അമ്മ. ചേച്ചി ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. നീ അമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ ഇറങ്ങാം. ചേച്ചി വല്ലതും കഴിച്ചിട്ട് വേണ്ടുണ്ണി, എനിക്ക് വിശപ്പില്ല. ശബരി, നീ ഇന്ന് എന്താ നാളെ കല്യാണമായിട്ട് മണവാട്ടി ഇന്ന് സ്കൂളിൽ പോകുന്നല്ലേ? ശബരി, ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എടുക്കാനുണ്ടടി. പിന്നെ ഒരു 3000 രൂപ എനിക്ക് കിട്ടാനുണ്ട്. പിന്നെ റിസൈൻ ലെറ്ററും കൊടുക്കണമല്ലോ. ശബരി ടീച്ചറെ, ഞാൻ ടീച്ചറെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളോടൊന്നും പറയാതെ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത്? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ടീച്ചർക്ക് അവനെ പറ്റിയുള്ള. എന്തായാലും അവൻ കൊള്ളാം, സ്വഭാവം അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ ബോഡി അല്ലേ? ടീച്ചർക്ക് ഈ ഒരു ക്ലാസ്സില്ലേ? ആ ക്ലാസ് ഉണ്ട്, ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് കല്യാണം എന്നാ? നാളെ. ആഹാ, എന്നിട്ട് ഞങ്ങൾ വിളിക്കുന്നില്ലേ? അതിനൊക്കെ സമയമുണ്ടല്ലോ ടീച്ചറെ. ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിലേക്കല്ലേ? ശബരി, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, ഞാൻ ക്ലാസ്സിലേക്കല്ലേട്ടെ. സ്നേഹ, പിന്നെ ഞാനിന്ന് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അതെന്ത് പറ്റി? റിസൈൻ ലെറ്റർ കൊടുത്തപ്പോൾ ഉച്ചക്ക് തന്നെ നിർത്തി പോകാൻ പറഞ്ഞു. ആണോ? ഓക്കെ, ഞാൻ വൈകിട്ട് നിൻ്റെ വീട്ടിലേക്ക് വരാം. അമ്മ, എന്ത് പറ്റി? ഉണ്ണി എന്താ? അത് ആ ചന്ദ്രൻ വന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ചേച്ചി. വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിട്ട്. അയ്യോ, ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ. അങ്ങേര് കുറേ തെറിയൊക്കെ പറഞ്ഞു അമ്മേ. അപ്പോഴത്തേക്കും ആ ചേട്ടൻ വന്ന് ക്യാഷ് കൊടുത്ത്. ഏത് ചേട്ടൻ? ചേച്ചിയുടെ തെമ്മാടി. അമ്മ, മോളെ, ഞാൻ നല്ല സങ്കടം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. സാരമില്ല അമ്മ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോൾക്ക് അവനെ ഇഷ്ടമല്ല നമുക്കറിയാം. എന്നാലും മോൾക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമേ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ മോൾക്ക് തന്നെ എല്ലാം മനസ്സിലാവും. അമ്മയ്ക്ക് വേണ്ടി മോളി കല്യാണത്തിന് സമ്മതിക്കണം. എനിക്ക് എൻ്റെ നിവർത്തിക്കേടാ മോളെ ഇത്. ഇല്ല അമ്മ, അമ്മ സങ്കടപ്പെടണ്ട. അമ്മ പറയുന്ന പോലെ ഞാൻ ഒന്ന് നിന്ന് തരാം. അത്രയും പറഞ്ഞൊപ്പിച്ച് അവൾ അവിടെ നിന്നും ഓടി റൂമിലേക്ക് പോയി കഥ കടച്ചു. ചേച്ചി, വേണ്ടുണ്ണി, അവള് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അമ്മ, ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മ ഇത്? ചേച്ചിക്ക് നിനക്കും നല്ലതല്ലാത്ത ഒന്നും ഈ അമ്മ ചെയ്യില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഈ അമ്മയ്ക്ക് ഇപ്പം ഇതേ ചെയ്യാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അമ്മ, അതെ, ആ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേച്ചിയെ കാണണമെന്ന് പറയുക. അവളെ വിളിക്ക്. ചേച്ചി, ചേച്ചി. ആ ചേട്ടൻ വന്നിട്ടുണ്ട്, ചേച്ചിയെ കാണണമെന്ന് പറയുന്നു. എനിക്കാരും കാണണ്ട. ശബരി, ചെല്,
ചെന്ന് കണ്ടിട്ട് വാ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആ, നിനക്കിത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നീ ഇതിന് സമ്മതിക്കണം. സമ്മതം ഞാൻ അറിയിച്ചായിരുന്നല്ലോ. നീ പേടിക്കണ്ട. 3 മാസം അതിനുള്ളിൽ നിനക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മാറിത്തരാം. പിന്നെ നാളത്തേക്കുള്ള ഡ്രസ്സും ആഭരണങ്ങളോ ഇതിട്ടുകൊണ്ട് വേണം വരാൻ. ഇത്രയും പറഞ്ഞ് കുറച്ച് കവറുകളും അവിടെ വെച്ച് അവൻ തിരികെ നടന്നു. ഹലോ ശബരി ടീച്ചറേ, ഉം. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. ഞാൻ മാനവിൻ്റെ അനിയനാ ഷാരുൺ. ഇവിടെ TMG കോളേജിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക. ഉം. പിന്നെ ആ കുട്ടി തൻ്റെ അനിയത്തിയാണല്ലേ? അതെ. ഞങ്ങൾ തമ്മി ഇതിനു മുന്നേ ചെറുതായി ഒന്ന് പരിചയപ്പെട്ടായിരുന്നേ. ഞാനിവളുടെ ക്ലാസ് സാറായിട്ട് വരും. ഓ, നിങ്ങളായിരുന്നു അവളുടെ ക്ലാസ് സാറ്? അതെ. ഡാ മണവാളാ, നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഏയ്, എന്താടാ നാണാണോ? ചുമ്മായിരി. ചേച്ചി, എന്നാൽ ഞങ്ങൾ ചേച്ചി അല്ല മോനെ, അമ്മ. ആ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ധൈര്യമായിട്ടിരിക്കമ്മ. അമ്മയുടെ മോളെ ഒരിക്കലും ഞാൻ കഷ്ടപ്പെടുത്തില്ല. അമ്മയ്ക്ക് എപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. നന്നായി വാ മക്കളെ. അമ്മ, ഞാൻ പോയിട്ട് വാ മോളെ. ഉണ്ണി, ചേച്ചി പോയിട്ട് വാ ചേച്ചി. കരഞ്ഞുകൂടാ, ചിരിച്ചോണ്ട് പോ. ചേച്ചി, എന്നാൽ ഞങ്ങൾ ഇറങ്ങി. ആ മോനെ. ആ യാത്രയിലുടനീളം ശബരിയും മാനവും നിശബ്ദരായിരുന്നു. എന്നാൽ ഷാരുൺ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ പോക്ക് എങ്ങോട്ടാ, എന്തിനാ, ഒന്നിനെക്കുറിച്ചും ശബരിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ കാറ് ചെന്ന് നിന്നത് ഒരു ചെറിയ ഓടുവീടിന് മുന്നിലാണ്. ഇറങ്ങി ശബരി ടീച്ചറെ, സ്ഥലം എത്തി. അവരവിടെ എത്തിയതും ഒരു സ്ത്രീ നിലവിളക്കുമായി അങ്ങോട്ട് വന്നു. നിലവിളക്ക് വാങ്ങാനായി അവൾ മുഖമുയർത്തി നോക്കി. മില്ലിൽ ജോലി ചെയ്യുന്ന ശോഭ എന്ന സ്ത്രീ ഇതാണെന്ന് പറഞ്ഞ് സ്നേഹ ഒരു ദിവസം ഇവരെ കാണിച്ചു കൊടുത്തത് അവൾ ഓർത്തു. എന്തിനോ അവളുടെ മനസ്സിൽ വല്ലാതെ വെറുപ്പ് വന്ന് കൊമിഞ്ഞു കൂടുന്നത് അവൾ അറിഞ്ഞു. വാ മോളെ, നല്ല സുന്ദരി കുട്ടി, ആരുടെയും കണ്ണ് പെടാതിരിക്കട്ടെ. മനു, നിന്റെ സെലക്ഷൻ കൊള്ളാം. അത് പറയാനുണ്ടോ? അവൻ ഇവിടെ വന്ന് പറയുമ്പോഴും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരുപാട് സമയം അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെയാണ് തോന്നിയിരുന്നത്. പലരും പലതും പറയുന്നുണ്ട്, എന്നാൽ അതൊന്നും അവൾ കേൾക്കുന്ന പോലും ഇല്ലായിരുന്നു. അമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പെട്ടെന്ന് അവനത് പറയുമ്പോൾ അവൾ അവനെ തല ഉയർത്തി നോക്കി. കാരണം അങ്ങനെ ഒരു സംസാരം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നിലവിളക്കും പിടിച്ച് വലതുകാൽ വെച്ച് താൻ ഈ വീട്ടിലേക്ക് കയറിയപ്പോൾ താൻ ഇനി ഇവിടെയാണ് ജീവിക്കേണ്ടതെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. മാനവ് എല്ലാവരോടും യാത്ര പറയുമ്പോൾ അവൾ എല്ലാവരെയും നോക്കി ഒന്ന് തലയാട്ടി. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ആ കാറിൽ അവർ രണ്ടുപേരും തനിച്ചായി. നിശബ്ദത തളം കെട്ടി നിന്നു. പിന്നീട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. നീട്ടിയുള്ളൊരു ഹോണാണ് അവൾ ഉറക്കത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. അവൾ ചുറ്റിനും നോക്കി. വലിയ മതിൽക്കെട്ടിനുള്ളിൽ ആഡംബരവും പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിൽ വലിയൊരു വീട്. വീടല്ല, കൊട്ടാരം എന്ന് തന്നെ പറയാം. വെൽക്കം സാർ. താങ്ക് യു. ഇതെല്ലാം കണ്ട് അവൾ തുറച്ചു നോക്കി നിന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. ഒരുപാട് സെക്യൂരിറ്റിമാരും 10-ൽ പരം ഗാർഡ്സും സെർവൻസും എല്ലാം കൊണ്ടും ഒരു പ്രൗഢി വിളിച്ചു പോകുന്നുണ്ടായിരുന്നു അവിടെ. ലിയാന, ഇവിടെ റൂമിലേക്ക് കൊണ്ടുപോകും. ഓക്കെ സാർ. പ്ലീസ് കം വിത്ത് മീ മാഡം.
മാഡം, ദിസ് ഇസ് യുവർ റൂം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ. പിന്നെ സാറ് വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ലിയാൻ അവിടെ നിന്നും പോയി. ശബരി എപ്പോഴും ആ റൂമിൻ്റെ കാഴ്ചയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ റൂം അവൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഈ ഒരു റൂം അവളുടെ വീടിനേക്കാൾ വലിപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നി. എക്സ്ക്യൂസ് മീ മാം. ദിസ് ഇസ് ഫോർ യു. എനിക്ക് വേണ്ടായിരുന്നു. പ്ലീസ് മാം, ഡ്രിങ്ക് ദിസ്. മാം, കം വിത്ത് മീ. എങ്ങോട്ടാ? സാറിൻ്റെ റൂമിലേക്ക് വരൂ മാം. അവളുടെ ചിന്ത കാട് കയറി തുടങ്ങി. അവൾ മനസ്സിലാക്കുകയായിരുന്നു അവൾ അറിഞ്ഞ അവനല്ല ശരിക്കുള്ള അവനെന്ന്. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. എന്തെങ്കിലും കഴിച്ചോ? എങ്കിൽ കിടന്നോ. എഴുന്നേറ്റോ, പോയി ഫ്രഷ് ആയിട്ട് വാ. മാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വരൂ. ലിയാന, സർ. ഇനി എന്തെങ്കിലും പെൻഡിങ്ങിലുണ്ടോ? എനി ഫങ്ഷൻസ് ഓർ മീറ്റിംഗ്സ്? ഉണ്ട് സർ. എങ്കിൽ നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്തേക്കും. ഓക്കെ സർ. ഓൾ ഓഫ് യു ഗോ അവേ. ഓ ഓക്കെ, സോറി സർ. കഴിക്കേ. മാം, ദാ ജ്യൂസ് ആൻഡ് നട്ട്സാ. എനിക്ക് വേണ്ട, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. അയ്യോ സാറ് ഞങ്ങളെ വഴക്ക് പറയും മാം ഇത് കഴിച്ചില്ലെങ്കിൽ. അതെ, എന്നെ ഈ മാഡം എന്ന് വിളിക്കണ്ട. അയ്യോ, ഞങ്ങളുടെ ബോസിൻ്റെ വൈഫിനെ മാഡം എന്നല്ലാതെ ഞങ്ങൾ എന്താ വിളിക്കുക? എൻ്റെ പേര് വിളിച്ചോളൂ. അയ്യോ, അതൊന്നും ശരിയാവില്ല മാഡം. ശബരി, ആ, പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ, വീട്ടിൽ പോവാം. എന്താ ഇപ്പോൾ പെട്ടെന്ന്? അമ്മയെ കാണണ്ടേ? അമ്മ, ഇത് ചേച്ചിയും ചേട്ടനും വന്നോട്ടോ. ചേച്ചി, ഉണ്ണി സുഖമല്ലേ? പിന്നെ ചേച്ചിക്ക് സുഖമല്ലേ? മകളെ ഇരിക്കും, അമ്മ കുടിക്കാൻ എടുക്കാം. ഇല്ലമ്മ, ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം. ആ മോനെ, പോയിട്ട് വാ. മോളെ ഇത് കുടിക്ക്. ചേച്ചി സുന്ദരി ആയിട്ടുണ്ടല്ലേ ഇപ്പോൾ ഒന്നുകൂടെ, അല്ല അമ്മ? ഉണ്ണി, ചേച്ചിയുടെ ബാഗ് ഒന്ന് റൂമിൽ കൊണ്ട് വെച്ചേ. ഇങ്ങതാ ചേച്ചി. അമ്മ, അമ്മ ഇനിയെങ്കിലും എൻ്റെ അടുത്ത് പറ അമ്മ. അമ്മ എന്തൊക്കെയാണ് മറച്ച് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്തൊക്കെയോ ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന ആളല്ല അവർക്ക് വേറൊരു ലോകമുണ്ട്. എന്താണെങ്കിലും ഇനി അമ്മ പറ എന്നോട്. അമ്മ പറയുന്നത് ഞാൻ കേട്ടില്ലേ. ഒരു തരി പോലും ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ കഴുത്ത് നീട്ടി തന്നില്ല അമ്മ. ഇനിയെങ്കിലും എൻ്റെ അടുത്ത് പറ, ആരായാൾ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ? എനിക്കറിയാം അമ്മ ഒരിക്കലും എനിക്ക് നല്ലതല്ലാത്ത ഒന്നും ചെയ്യില്ല. എന്തായാലും എന്നോട് പറ അമ്മ. സിന്ധു, നിന്റെ കഴിഞ്ഞോ? കഴിഞ്ഞടി. എനിക്ക് നമുക്ക് ഇറങ്ങിയാലോ? അമ്മ, ഞങ്ങൾ ഇറങ്ങുവാണേ. ആഹാ, രണ്ടുപേരും സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ. അമ്മായി, കണ്ണേട്ടൻ പോയോ? ഇല്ല, അവിടെ കാത്തു നിൽപ്പുണ്ട്. വേഗം ചെല്ല്. ചേട്ടൻ അതിന് ബൈക്കിലായിരിക്കും അമ്മായി. ബൈക്കിൽ 2 ആൾക്കാർക്കല്ലേ പോകാൻ പറ്റൂ. അയ്യോ, നമ്മളെയൊന്നും കൊണ്ടുപോകാൻ ആരുമില്ല. മിണ്ടാതിരി സിന്ധു. അയ്യോ, ദയമായി പെണ്ണിന് നാണം. നിന്ന് കുതിര കളിക്കാതെ രണ്ടും പോയേ. ഇത് ശോഭ പെണ്ണെ, നിന്റെ കണ്ണായിട്ട് ഒന്നുകൂടെ ഗ്ലാമറായോ? അങ്ങേര് പണ്ടേ ഗ്ലാമറല്ലേ? ആ, എന്തായാലും എൻ്റെ അത്രയില്ല. ആ, അത് ശരിയാ. എൻ്റെ സിന്ധു പെണ്ണെ കിട്ടുന്ന ആളെ ഭയങ്കര ലക്കിയ. ഏത് സുന്ദരി പെണ്ണ, കണ്ണ കതട്ടിക്കുരുട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അല്ല, ചേട്ടാ ബൈക്കിലല്ലേ? ഇല്ല, ബൈക്ക് ചെറുതായിട്ടൊന്ന് പഞ്ചറായി. ഉഹ, അത് ഏതായാലും നന്നായി. കണ്ണേട്ടാ, നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നമ്മുടെ അടുത്ത് പറയാറില്ലേ, അവർ തോടും കാടും മലയും കയറി സ്കൂളിൽ പോയ കഥ. നമ്മൾ ഏകദേശം അത്ര വരില്ലെങ്കിലും ചെറിയ രീതിക്ക് കാടും തോടൊക്കെ താണ്ടിയിട്ടല്ലേ പോകുന്നത്. പിന്നല്ലാണ്ടേ. അപ്പം നമുക്ക് നമ്മുടെ പിള്ളേരോടും പറയാല്ലേ, ഞങ്ങളും തോടും കാടും ഒക്കെ താണ്ടിയാണ് സ്കൂളിൽ പോയി പഠിച്ചതെന്ന്. അതൊക്കെ പറയാം, നീ നോക്കിച്ചാട്. ശോഭേ, അതിങ്ങതാ, ഞാൻ പിടിക്കാം. ഓ, എന്റെ കയ്യിലുണ്ട് ബുക്ക്. എന്താ സിന്ധു, നിന്റെ കൈക്ക് എല്ലില്ലേ? ഓ, അപ്പൊ ഇവളുടെ കൈക്ക് എല്ലില്ലായിരിക്കും അല്ലേ? ശോഭ, ഞാൻ പോയി, ഇനി സ്കൂളിൽ വെച്ച് കാണാം. അന്ന് ഞങ്ങളുടെ ഹൈസ്കൂളിൽ ആദ്യത്തെ ദിവസമായിരുന്നു. ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഒരു മുഖസാദൃശ്യമില്ലെങ്കിലും പേരിലൊന്നും ഒരു ചേർച്ചയില്ലെങ്കിലും ഞങ്ങൾ ഇരട്ട സഹോദരിമാരായിരുന്നു. അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാവൂ. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ കുട്ടി വന്നു, അനുപമ. ഭയങ്കര സുന്ദരിയായിരുന്നു. ആ നാട്ടിലെ തന്നെ വലിയ തറവാട്ടിലെ കുട്ടിയായിരുന്നു. വെളുത്ത അംബാസഡറിലായിരുന്നു അവളുടെ യാത്ര. എല്ലാവർക്കും അവളൊരു അതിശയമായിരുന്നു. ഇത്രയും പണക്കാരിയായ ഒരു കുട്ടി എന്തേ ഇതുപോലെ പാവങ്ങൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിൽ വന്ന് പഠിച്ചെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ 4 പേരും നന്നായി കൂട്ടായി. 4ാമത്തെ ആൾ നമ്മുടെ ഉണ്ണിയേട്ടൻ തന്നെ. ഉണ്ണിയേട്ടൻ അന്ന് +2ലാണ് പഠിച്ചിരുന്നത്, ഞങ്ങളുടെ അതേ സ്കൂളിൽ. ഞങ്ങളുടെ 8, 9, 10 കഴിഞ്ഞു. വർഷങ്ങൾ 3 വീണ്ടും കഴിഞ്ഞു. പെട്ടെന്ന് വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന വന്നു. നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു നിങ്ങളുടെ അച്ഛൻ. അത് ഏകദേശം ഉറപ്പിച്ച മട്ടായപ്പോഴാണ് അച്ഛൻ പറയുന്നത് ശോഭയുടെയും ഉണ്ണിയേട്ടൻ്റെയും കാര്യം. പണ്ട് തൊട്ടേ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച് വെച്ചിരുന്നതാ ഇവരുടെ കാര്യം. അന്ന് വൈകിട്ട് അനുപമ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവൾ അവളുടെ അമ്മമ്മയുടെ നാടായിട്ടുള്ള കോയമ്പത്തൂരിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഒരുപാട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങളന്ന് പിരിഞ്ഞത്. ഞങ്ങളുടെ 2 കൂട്ടരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അനുപമ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷേ ഞങ്ങളുടെ അറിവിൽ അവളുടെ കല്യാണവും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോഴാണ് കണ്ണേട്ടൻ ഞങ്ങളോട് പറയുന്നത് അത് കണ്ണേട്ടൻ്റെ കുഞ്ഞാണെന്ന്. ശരിക്കും ശോഭയും ഞാനും ഒരുപോലെ ഞെട്ടി. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ ആരും അറിയാതെ അവർ കൊണ്ടുനടന്ന അവരുടെ പ്രണയം, അതേക്കുറിച്ച് ഞങ്ങൾക്കൊരു സൂചന പോലും അവർ തന്നിരുന്നില്ല. പണ്ടെന്നോ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച് വെച്ച ശോഭയുടെയും ഉണ്ണിയേട്ടൻ്റെയും കല്യാണം, അത് ഉണ്ണിയേട്ടൻ ഓർക്കുന്നു പോലും ഇല്ലായിരുന്നു. പക്ഷേ ശോഭ, അവളുടെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നു. ഇതിൽ ആരെയും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും അനുപമ ഇതൊന്നും ഞങ്ങളെ അറിയിക്കാതെ അവളുടെ സങ്കടം മനസ്സിലൊതുക്കി. പക്ഷേ വിധി നമുക്ക് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു, നമ്മുടെ മാനവിൻ്റെ രൂപത്തിൽ. അതേ മോളെ മാനവ, കണ്ണേട്ടൻ്റെയും അനുപമയുടെയും കുഞ്ഞ്. പിന്നീട് ശോഭയുടെ സമ്മതത്തോടു കൂടി തന്നെ അനുപമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്സവമായിരുന്നു, സന്തോഷത്തിന് നാളുകൾ. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. അവളുടെ പ്രസവം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പ്രസവത്തിൽ അവൾ പോയി. ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ശോഭയുടെ കൈ പിടിച്ച് അവളൊരു കാര്യം പറഞ്ഞു, കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കിക്കോണേന്ന്. അത് ശോഭ ഇന്നേ വരെ തെറ്റിച്ചിട്ടില്ല. അമ്മേ, ആ മോനെ. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. അയ്യോ മോനെ, ഒന്നും കഴിക്കാതെ. അത് പിന്നെ ആവാലോ അമ്മ, ഇച്ചിരി തിരക്കുണ്ടതാ. ശബരി വാ. ആ, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. മോളെ, അമ്മയുടെ ഒരു അപേക്ഷയാണ്, അവനെ വേദനിപ്പിക്കലേടി. നിന്റെ ഓരോ വാക്കുകളും അവൻ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ പരിഹാസവും കുത്തുവാക്കും മാത്രമേ ആ കുട്ടി കേട്ടിട്ടുള്ളൂ. നീയും കൂടെ അങ്ങനെ ചെയ്യല്ലേ. ഇതുവരെ മോൾക്കൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇനിയെങ്കിലും അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും. നിന്റെ സ്നേഹം മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് മോൾക്ക് അവനെ സ്നേഹിക്കാൻ പറ്റും. അമ്മ, എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഒന്നും. സാരമല്ല, നീ ചെല്ല, അവൻ കാത്തു നിൽക്കുന്നുണ്ടാവും. ശബരി, എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. സോ ഞാൻ ലേറ്റാവും. തന്നെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടന്നു. അവർ വല്ലതും കഴിക്കാൻ വിളിക്കുമ്പോൾ മടി കാണിച്ചിരിക്കരുത് കേട്ടോ. എപ്പോഴാ വരിക? എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ലേറ്റാവും. തനിക്ക് ഉറക്കം വരുമ്പോൾ കിടന്നു. ഇത് ഡയറി അല്ലേ? ഫൈനലി എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ഞാൻ കണ്ടെത്തി. സാരി എടുത്ത്, മുടി പിന്നിയിട്ട്, ചന്ദനക്കുറിയിട്ട്, കുപ്പിവളയിട്ട്. ഓ മൈ ഗോഡ്, ഇത് തന്നെയാണ് എൻ്റെ പെണ്ണ്. മനസ്സിലിരുന്ന് എന്നോട് ആരോ പറയുന്നത് പോലെ, മാനവ് മഹാദേവി, താൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്ന തൻ്റെ പെണ്ണ് ഇതാ എൻ്റെ കൺമുന്നിൽ. ശബരി. ഇവിടെ ശബരി എന്നൊരു ടൈറ്റിൽ ഞാൻ കൊടുക്കാൻ കാരണം, ശബരി, ഇതാണ് എൻ്റെ പെണ്ണിൻ്റെ നാമം. ശബരി ലക്ഷ്മി, എൻ്റെ ശബരി ടീച്ചർ.
തെമ്മാടി. ശബരി, ഉം, നീ ഡയറി ഉണ്ടോ? കണ്ടു. എന്താ തെമ്മാടി എന്നോട് പറയാതിരുന്നേ? ചിലതൊന്നും പറഞ്ഞിട്ടല്ല അറിയേണ്ടത്. അത് അവനവൻ തന്നെ കണ്ടുപിടിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു സുഖമുണ്ട്. പക്ഷെ എനിക്ക് സുഖമില്ല. ഉം. എനിക്ക് സുഖമില്ല. ശബരി, ഉം, നിനക്ക് സുഖം വേണോ? സുഖം തരട്ടെ. ശ്ശേ, പോടാ തെമ്മാടി. അതായത് പിള്ളേരെ എന്തോ നോക്കി നിൽക്കുക. ഇനി അവരായി അവരുടെ പാടായി. നമ്മളെന്തിനാണ് കട്ടുറുമ്പാവണത്?